പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്ത് തരിക. ഇന്നത്തെ വ്ളോഗ് ഒരു സൺഡേ വ്ളോഗാണ്. അപ്പോൾ സൺഡേ വ്ളോഗ് എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താ സ്പെഷ്യൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെന്ന് വിചാരിക്കുന്നുണ്ടാവും. അപ്പോൾ അതൊന്നുമല്ല, നമ്മളെ കാക്കു പിന്നെയും ഡ്യൂട്ടി കയറിയിരിക്കണം. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ചോറും കറിയൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു വ്ളോഗൊന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ രാവിലത്തെ ചായയോടെയും പരിപാടികൾ കഴിഞ്ഞതിന് ശേഷം ചോറുണ്ടാക്കാൻ വേണ്ടി ഒരുങ്ങിയിരിക്കണം. അപ്പം അരി അടുപ്പത്തിടുകയാണ്. അത് കഴിഞ്ഞിപ്പോൾ ഒന്ന് സാമ്പാർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ, ഒന്ന് കറിയിട്ട്.
ചോറും കറിയൊക്കെ റെഡിയായി ഞാൻ പൊതിയാണ്. അങ്ങനെ കറിയായിട്ട് സാമ്പാറുണ്ടാക്കി. പിന്നെ വഴുതന തോരൻ വെച്ചിക്കണ്, ചെറിയ കുഞ്ഞ് നാടൻ മത്തി ഫ്രൈ ആക്കി എടുത്തിക്കണ്, പിന്നെ നമ്മളെ കണ്ണിമാങ്ങച്ചാറും. അപ്പോൾ അതൊക്കെയാണ് നമ്മളെ കാക്കൂനിൽ നിന്ന് പൊതിച്ചോറത്തെ വിഭവങ്ങൾ. അപ്പോൾ ഇന്നും ഞാൻ ഇതിന് മുമ്പ് കാക്കു കയറിയ വണ്ടി വേറെ ചെയ്യുന്നു കേട്ടോ. അപ്പോൾ അതിൽ പോകുമ്പോൾ തന്നെ നമ്മളതിലെല്ലേനും റൂട്ട്. അപ്പം രാവിലെ പോകുമ്പോൾ തന്നെ പൊതിച്ചോറാക്കി കൊണ്ടുപോകില്ല. ഇപ്പോൾ നമുക്ക് ഉച്ചക്ക് കൊടുത്താൽ മതി. കാരണം നമ്മളെ ഈ റൂട്ട് ഈ വൈക്ക് തന്നെയാണ് റൂട്ട്. അതുകൊണ്ട് ഒരു 12:45 1 മണിയൊക്കെ ആകുമ്പോഴത്തേന് ഉണ്ടാക്കിയാൽ മതി കേട്ടോ. അങ്ങനെ ഞാനെല്ലാം റെഡിയാക്കി സുട്ടൂനും കൊണ്ട് മെയിൻ റൂട്ടിലേക്കായിട്ട് പോവുകയാണ്. സുട്ടിങ്ങോട്ടാ ഇങ്ങോട്ടാ പാരടാ കാച്ചിൻ്റെ ബാബാ നീ ബാ, സമയാവും. ചന്തക്കുന്നിക്കോ കുന്ത ബാബാ. ഇങ്ങനെ നമ്മൾ പോയി സുട്ടോ ചോറ് കൊണ്ട്. എന്നാ ചോറ് പിടിച്ച ശരിക്കും പിടി. ഇങ്ങനെ സുട്ടതാ ചോറും കൊണ്ട് ഡാഡിക്ക് ചോറും കൊണ്ട് പോവുകയാണ് ഗൈസ്. അങ്ങനെ പാട്ടി പൊട്ടിച്ച് കറിയൊക്കെ പൊട്ടുടാ, കറി പൊട്ടുടാ. അങ്ങനെ ഞങ്ങളിതാ മെയിൻ റോഡിലെത്തിട്ടോ. അപ്പം ഇന്ന് ചോറും പൊതിൻ്റെ കൂടെ സുട്ടും കൂടെ കയറി പോകണം കേട്ടോ ബസ്സിൽ. കാരണം എന്താ വെച്ചാൽ സുട്ട് കുറേ ദിവസമായിക്കണ് കാക്കു പോണ ബസ്സിൽ പോവണം എന്ന് പറയൽ തുടങ്ങിയിട്ട്. അപ്പം ഇന്ന് ഏതായാലും സൺഡേ അല്ലേ, അപ്പോൾ ഓനും കൂടി കയറ്റി വിടാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചോറും കൊണ്ട് ഞാനും സുട്ടും റോട്ടിലെത്തി. ബസ് വരുന്ന നോക്കി നിൽക്കണം. അങ്ങനെ സുട്ടുവിനെ ചോറും പൊതിയും കൊണ്ട് കയറ്റി വിട്ട് ഞാൻ മടങ്ങിപ്പോരുന്നു. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞ് അതിൽ തന്നെയാണ് ഈ ബസ് മടങ്ങുക. അപ്പോൾ സുട്ടുവിനെ ഇവിടെ ഇറക്കി കൊടുക്കും. അപ്പോൾ പിന്നെ ഓനെ ഇറങ്ങിങ്ങാണ്ട് ഒറ്റയ്ക്കിനെ വീട്ടിലേക്ക് പോരും ചെയ്യും. അപ്പം നമ്മൾ രാവിലെ ചായയുടെ കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഈ പണികളൊക്കെ ചെയ്യുന്നത് കേട്ടോ. ചോറും കറിയും ബാക്കിയുള്ള പണികളെല്ലാം കഴിഞ്ഞ് എനിക്കാകെ വിശന്ന് കുടൽ കരിയാണ് കേട്ടോ. അപ്പം ഞാൻ വെയിലത്ത് വന്നങ്ങാണ്ടി ഒരു പിടി ചോറ് പിടിക്കണം ഗൈസ്. മീനൊക്കെ ഫ്രൈ ആക്കിയിട്ട് വേണം. അപ്പം ഞാൻ സാമ്പാറും കണ്ണിമാങ്ങച്ചാറും കൂട്ടിയിട്ടാണ് കഴിക്കണത്. അങ്ങനെ സുട്ടും കാക്കും ചന്തക്കുന്ന് എത്തി. ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം കാക്കു എടുത്ത് വീഡിയോ കണ്ടിട്ടത്. വണ്ടി പോകും, അത് വണ്ടി പോകണം ആക്സിലേറ്റർ. വണ്ടി വിടും സ്റ്റാർട്ടിങ്ങൊക്കെ തിരിച്ച് നേരത്തെ വെള്ളാഴ്ച വിട്ടിട്ടോ.